തലപതി വിജയ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ദ ഗോട്ട് എന്ന് പറഞ്ഞ ചിത്രം അങ്ങനെ തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. തലപതി വിജയ് നായകനായി വെങ്കിട്ട് പ്രഭുവിൻ്റെ സംവിധാനത്തിൽ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്കിൽ AGS എൻ്റർടൈൻമെൻറ്റിൻ്റെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ദ ഗോട്ട് അഥവാ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അങ്ങനെ ചിത്രം കണ്ടിരിക്കുകയാണ്. വെളുപ്പിന് 4 മണിക്കുള്ള ഫാൻ ഷോ തന്നെ പാലക്കാട് ഞാൻ കണ്ടിരിക്കുകയാണ്. കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമുഷ. മലയാളത്തിൻ്റെ ദത്തുപുത്രനായ തലപതി വിജയ് നായകനായി മങ്കാത്ത, മാനാട്, മാസ്, ബിരിയാണി എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളെടുത്ത വെങ്കിട്ട് പ്രഭുവിൻ്റെ സംവിധാനത്തിൽ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്കിൽ AGS എൻ്റർടൈൻമെൻറ്റ് പ്രൊഡക്ഷനിൽ വന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ദ ഗോട്ട് അഥവാ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. എന്തുകൊണ്ടും ഈ ടൈറ്റിൽ തലപതി വിജയ്ക്ക് ചേരുന്നതാണ്. കാരണം തലപതി വിജയുടെ ഏറ്റവും പീക്ക്, ദ ബെസ്റ്റ് പീക്ക് മൊമെൻറ്റിലാണ് ഇപ്പം ഈ കാലഘട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ബെസ്റ്റ് എറ ഓഫ് തലപതീസ് കരിയർ എന്ന് പറയാം. ആൻഡ് ദി എൻഡ് പോർഷൻ എന്നുകൂടി പറയാം. കാരണം അദ്ദേഹം ഒരു സിനിമയും കൂടി കഴിഞ്ഞ് അദ്ദേഹം സിനിമയിൽ നിന്ന് വിട വാങ്ങുകയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വെങ്കിട്ട് പ്രഭുവിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, വെങ്കിട്ട് പ്രഭുവിൻ്റെ ഒരു ടാഗ് ലൈൻ, ഒരു സ്പെഷ്യൽ ടാഗ് ലൈൻ അതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. വെങ്കിട്ട് പ്രഭു ഗെയിം, മങ്കാത്ത എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അതായിരുന്നു. അതുപോലെ തന്നെ മാസ് എന്ന് പറഞ്ഞ ചിത്രത്തിന് വെങ്കിട്ട് പ്രഭു സിക്സർ എന്നായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ഇറങ്ങിയ ചിലംബരസൻ STR നായകനായ മാനാട് എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ വെങ്കിട്ട് പ്രഭു പൊളിറ്റിക്സ് എന്നായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ വെങ്കിട്ട് പ്രഭു ഹീറോ. അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന തലപതിക്ക് ഒരു ഫെയർവെൽ ട്രീറ്റ് കൊടുക്കുന്ന രീതിയിൽ ഒരുക്കി വെച്ചൊരു സിനിമയാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ചിത്രം. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 2 അഭിപ്രായം പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആസ് എ ഫാൻ, തലപതി ഫാനായിട്ടും ആസ് എ കോമൺ ഓഡിയൻസ് ആയിട്ടും ഞാൻ 2 അഭിപ്രായം ഞാൻ പറയുന്നതായിരിക്കും. ആദ്യം ആസ് എ ഫാൻ, പടം ഒരു ഫാൻ എന്നുള്ള നിലയിൽ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തന്നു. ട്രെയിലറ്, ടീസറ്, അതുപോലെ തന്നെ പാട്ടുകൾ, ഇതൊന്നും കണ്ടിട്ട് ഒരു തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷനും ഇല്ലായിരുന്നു. ഒരു ഹൈ മൊമെൻ്റ് എവിടെയും ഉണ്ടാക്കാത്ത രീതിയിലാണ് ഇതെല്ലാം കടന്നുപോയത്. എന്തുകൊണ്ട് ഇത്രയും ഹൈപ്പ് കുറയുന്നു, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ തരുന്നില്ല, ഒരു മെറ്റീരിയലും പ്രതീക്ഷ തരുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു ശരിക്കും പറഞ്ഞ ഫാൻസ് എല്ലാവരും. എന്നാൽ അത് നല്ല രീതിയിൽ വർക്കൗട്ടായി എന്ന് തന്നെ പറയാം. കാരണം കൂടുതൽ പ്രതീക്ഷ വെച്ചിട്ട് തിയേറ്ററിൽ പോയിരിക്കേണ്ട ആവശ്യം വന്നില്ല. നമുക്ക് തലപതി ഫാൻസിന് എന്തൊക്കെയാണോ വേണ്ടത്, ഒരു തലപതി പടത്തിൽ എന്തൊക്കെയാണോ വേണ്ടത്, അത് ത്രൂ ഔട്ട് തരുന്നുണ്ട്. ഇത് ഡബിൾ ആക്ഷൻ ആണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ എപ്പോഴും തലപതി സ്ക്രീനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ്. കാരണം ഒരു വിജയനെ കാണിക്കും, അല്ലെങ്കിൽ ഇളയ തലപതി വിജയനെ കാണിക്കും. അപ്പം ഏതെങ്കിലും ഒരാൾ സ്ക്രീനിൽ എന്തായാലും ഒരു ടൈമിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാൻസ് ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇമോഷൻസും ഇവിടെ വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് പറയാം. അത് എന്തൊക്കെയാണെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല. തമാശയുണ്ട്, ഇമോഷനുണ്ട്, ഹീറോയിസം ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അടങ്ങിയ രീതിയിലാണ് ഇതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു ഫാൻ എന്നുള്ള നിലയിൽ എനിക്ക് 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ആ രീതിയിലാണ് ഒരു ഫാനിനെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത രീതിയിലാണ് ഇതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എനിക്കെന്തായാലും നല്ല രീതിയിൽ ഈ പടം ആസ് എ ഫാൻ നല്ല രീതിയിൽ വർക്കൗട്ടായി. കാരണം 2-2.5-3 മണിക്കൂർ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു, എൻ്റർടൈൻഡ് ആയി. ഫസ്റ്റ് ഹാഫ് സൂപ്പർ ആയിരുന്നു, അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് ടെറിഫൈങ് ആണ്, കില്ലർ ആയിരുന്നു എന്ന് പറയാം. കാരണം അതുപോലെ ഇതിനെ ഒരു ആസ് എ ഫാൻ സൂപ്പർ ഹൈ മൊമെന്റ് തരുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഫാൻസിനെ കൈയടിച്ച് ബഹളം ഉണ്ടാക്കി ആർത്തുല്ലസിക്കാൻ പറ്റിയ ഒരു ഗംഭീര പടമാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇനി ആസ് എ കോമൺ ഓഡിയൻസ്, കാരണം അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതലുണ്ടാകുക. ആസ് എ കോമൺ ഓഡിയൻസ് ഒരു നൈസ് പടം, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റിയ ഒരു സിനിമയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെയിലറോ ടീസറോ പാട്ടുകളോ കണ്ടിട്ട് ഒരു ഹൈയും തന്നില്ല. തിയേറ്ററിൽ വന്നപ്പം ആ തരാത്ത ഹൈയുടെ മുകളിൽ ഒരു 2-3 പോയിന്റിലൊക്കെ കൊള്ളാം, വാവ് ഫാക്ടറൊക്കെ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നു. എന്നാൽ ഭയങ്കര പടം, ഇന്ന് വരെ കാണാത്തൊരു സിനിമ, അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്റ്റോറി ലൈൻ എന്നൊന്നും പറയാൻ അവകാശപ്പെടാനില്ല സിനിമയ്ക്ക്. പക്ഷേ ഒരിക്കലും അതിൻ്റെ താഴെ, ആ മീറ്ററിൻ്റെ താഴെയും പോയിട്ടില്ല. നിരാശപ്പെട്ട് അയ്യോ ഇതെന്തോ കാണിച്ചു വെച്ചേക്കുന്നത് എന്ന് ഒരിക്കലും പറയാത്ത രീതിയിൽ പടം കണ്ടിറങ്ങുമ്പോൾ കൊള്ളാം, നൈസായിരുന്നു എന്നുള്ളൊരു ഫീല് തരുന്ന, എന്നാൽ ഭയങ്കര ഹൈ മൊമെന്റുകൾ സൃഷ്ടിക്കാതെ പോയ ഒരു സിനിമ എന്ന് തന്നെ പറയാൻ സാധിക്കും.
ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഇതിൻ്റെ അകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തളപതിയുടെ പെർഫോമൻസ് തന്നെയാണ്. ഫസ്റ്റ് ഹാഫിൽ നല്ല ഇമോഷൻസും കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. തിയേറ്ററിൽ നല്ല രീതിയിൽ ആ ആംബിയൻസിനെ ഇമോഷൻസ് കൊണ്ട് ആംബിയൻസിനെ പിടിച്ചിരുത്താൻ സാധിച്ചു. കാരണം ഫാൻ ഷോ കണ്ടിട്ടുള്ളവർക്കറിയാം, ചെറിയ മൊമെൻറ്റിൽ വരെ കയ്യടിയും ബഹളവും നടക്കുന്ന സമയത്ത് പുള്ളി ഒരു ഇമോഷൻ ആയ സമയത്ത് അത്ര രീതിയിൽ സൈലൻസ് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ആക്ടിങ് സ്കില്ല് കൊണ്ട് തന്നെ നടന്നൊരു കാര്യമാണ്. അപ്പം അത് നല്ല രീതിയിൽ വർക്കൗട്ടായി. സെക്കൻഡ് ഹാഫിൽ ഒരു ടെറിഫൈങ് പെർഫോമൻസ്, കില്ലർ പെർഫോമൻസ് തന്നെ പറയാൻ സാധിക്കും. അതുപോലാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. നല്ല രീതിയിൽ നമ്മളെ എൻഗേജിങ് ചെയ്ത് ആസ് എ കോമൺ ഓഡിയൻസ് നമ്മളെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് നല്ല രീതിയിൽ കൊള്ളാം, ഇതൊരു പോയിന്റ് കഴിഞ്ഞു, അടുത്തൊരു പോയിന്റ് വന്നു, അങ്ങനെ എൻ്റർടൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എൻഗേജിങ് ആയിട്ട് നമ്മളെ മുമ്പോട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന സമയത്ത് കുറേ ഡോട്ടുകൾ ഇട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ ആലോചിക്കണം, അതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെയെന്ന് ആലോചിക്കുന്ന സമയത്ത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു ട്വിസ്റ്റോ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് എലമെൻസോ റിവീൽ ആകുന്ന സമയത്ത് ഡോട്ടിനെല്ലാം ഫില്ല് ചെയ്ത് അതിനെ കൊടുക്കുന്നുണ്ട്. ഈ ഡയലോഗ്സ് ഒന്നും എനിക്ക് അത്ര ഒരു സൂപ്പർ ആ ഡയലോഗ് കൊള്ളാം എന്ന് പറയുന്ന രീതിയിലേക്കൊന്നും ഒരു ഡയലോഗ് എനിക്ക് റെക്കഗ്നൈസ് ആയില്ല. രണ്ടാമത്തെ തവണ കാണുമ്പം ഓക്കെ ആവുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ അങ്ങനെയുള്ളൊരു ഡയലോഗ് ഹൈ മൊമെൻ്റ് ഒന്നും, ഒരു ഡയലോഗ് മൊമെൻറ്റിലുള്ള ഹൈ ഒന്നും അത്ര വലിയ ഒരു ഇത് വന്നിട്ടില്ല. പിന്നുള്ളൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്ന യുവൻ ശങ്കർ രാജയുടെ പാട്ടുകളാണ്. പാട്ടുകൾ എന്ന് ഞാൻ പറയുന്നില്ല, വിസിൽ പോഡ് എന്ന് പറയുന്ന പാട്ട് തിയേറ്റർ വേർഷൻ സൂപ്പറായിരുന്നു. അത് നിങ്ങളിപ്പം യൂട്യൂബിൽ കേൾക്കുന്ന വേർഷനേ അല്ല, തിയേറ്റർ വേർഷൻ ഗംഭീര ട്രീറ്റ് തരുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാട്ട എന്ന് പറയുന്ന പാട്ടും തിയേറ്ററിൽ സൂപ്പറായിരുന്നു. ബാക്കി പാട്ടുകൾ നൈസായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിട്ടിക്കിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലിന് മുമ്പ് കുറേ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടും, സൂപ്പറായിരുന്നു. അത് ഇറങ്ങിയതിന് ശേഷം കൂടുതൽ ആൾക്കാർ കേൾക്കാൻ പോകുന്ന ഒരു BGM ആയിരിക്കും തോന്നുന്നു. കാരണം അതുപോലത്തെ ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും. അത് സൂപ്പറായിരുന്നു. അടുത്തൊരു പോസിറ്റീവായിട്ട് പറയുന്നത് കുറേ സർപ്രൈസ് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, കുറേ ക്യാമിയോസ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ ഇവിടെ റിവീൽ ചെയ്യുന്നില്ല. ക്യാമിയോസ് ഉണ്ട്, അത് നിങ്ങൾ തിയേറ്ററിൽ എൻജോയ് ചെയ്യുക. കാരണം അത് അറിഞ്ഞു വെച്ചിട്ട് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് പോവും. അപ്പോൾ അത് ആ ഒരു മൊമെൻറ്റിൽ ഇത് കൊള്ളാലോ. അതുപോലെ തന്നെ ഡയലോഗ്സിലുള്ള ചെറിയ സർപ്രൈസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ രസമായിട്ട് തന്നെ ഫീൽ ചെയ്യാം. പിന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ടു ദി ക്ലൈമാക്സ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു കുട്ടി ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ പേസിൽ തന്നെയാണ് സെക്കൻഡ് ഹാഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുട്ടി വിജയനെ കാണിക്കുന്ന ഒരു സീനുണ്ട്. അത് കുറച്ച് നീളമുള്ള പോർഷനാണ്. ട്രെയിലറിൽ ഒരു കുട്ടി മൊമെൻറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്കൊന്ന് കല്ല് കടിച്ചായിരുന്നു. അത് തിയേറ്ററിൽ ചില സീനുകൾ വർക്കൗട്ടായി, പക്ഷേ ചില സീനുകളിൽ കുറച്ചും കൂടി VFX വർക്ക് നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു എന്ന് തോന്നി. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഒരു VFX വർക്കുണ്ട്. അതും വലുതായിട്ട് അത് കാണിക്കുന്നില്ല, ഒരു മിന്നായം പോലെ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നി. ബാക്കി വലിയ നെഗറ്റീവ് പറയാനോ അല്ലെങ്കിൽ അത് മോശമായിപ്പോയി ഇത് മോശമായിപ്പോയി എന്ന് പറയാനുള്ള ഒരു സാധനങ്ങളൊന്നും സിനിമയിലില്ല. ഡീസൻ്റ് ആയിട്ട് ഇതിനെ എടുത്തു വെച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. എന്തായാലും തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു വിജയ് ചിത്രം തന്നെയാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്നത്. ആസ് എ ഫാനും ഒരു കോമൺ ഓഡിയൻസിനും സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. വിജയ് എന്ന് പറയുന്ന സ്റ്റാർഡത്തിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ഗോട്ട് എന്ന് പറയുന്ന ചിത്രം. ഇപ്പം സെലിബ്രേറ്റ് ചെയ്തില്ല പിന്നെ എപ്പം എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം ഇനി ഒരു സിനിമയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം സിനിമയിൽ നിന്ന് ബൈ പറഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. അപ്പം അവസാനമായിട്ട് എല്ലാവർക്കും തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൊമെൻ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പോയി കാണാൻ പറ്റുന്നവർ, വിജയ് ചിത്രം ഇന്ന് വരെ തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, ആ ഒരു അനുഭവം അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. എന്തായാലും ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാം, ആദ്യം മുതൽ അവസാനം വരെ വിജയ് സ്ക്രീനിൻ്റെ അകത്തുണ്ട്. ഒന്നെങ്കിൽ തളപതി വിജയ് അല്ലെങ്കിൽ ഇളയ തളപതി വിജയ്, രണ്ട് വിജയ് ഉള്ളതുകൊണ്ട് സർപ്രൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.